ഹലോ കൂട്ടുകാരെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഗുണഗുണ ഇസ്ത്രിമുട എന്ന് പറയുന്ന ഒരു കിഡിലൻ ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കൂട്ടുകാരെ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ കഥയിലോട്ട് കടക്കാം. കൂട്ടുകാർക്ക് ഈ കൂടോത്രം, ബ്ലാക്ക് മാജിക് അതിലൊക്കെ വിശ്വാസമുണ്ടോ? കൂടോത്രം കാരണം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നത് ഈ ഒരു സിനിമ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോ ആണ്. അവിടെ ഒരുപാട് പെൺകുട്ടികൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളിക്കാരിയാണ് ഏഞ്ചൽ. ഏഞ്ചൽ ഇപ്പൊ പുതിയൊരു ബോയ് ഫ്രണ്ടുമായിട്ട് അടുപ്പത്തിലായിട്ടുണ്ട്. അവന്റെ പേരാണ് ലിയോ. അപ്പോൾ ഇവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള മയങ്കിന്റെ അടുത്ത് മറ്റൊരു പെൺകുട്ടി വന്നിട്ട് പറയുന്നുണ്ട്, ആ ലിയോ എന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. അവൻ ഒട്ടും ശരിയല്ല, അവൻ എന്തൊക്കെ ബ്ലാക്ക് മാജിക് മറ്റുമൊക്കെ ഉണ്ട്, നിന്റെ കൂട്ടുകാരിയോട് ഒന്ന് പറഞ്ഞേ കിട്ടോ എന്ന് അവൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇനി ഈ പെൺകുട്ടി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവളുടെ സ്വകാര്യ ഭാഗത്ത് ഇവൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ വാഷ്റൂമിലേക്ക് പോകുന്നു. എന്നിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവള് ഇന്നറും മറ്റൊക്കെ അഴിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ നിറച്ച് പുഴുക്കള്. ഈ പെൺകുട്ടിക്ക് ആകെ പേടിയായി തുടങ്ങി. അവൾ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് മുഖം വാഷ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അവളുടെ ശരീരം മൊത്തം അവൾക്ക് ഇങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണ്. ചൊറിഞ്ഞു ചൊറിഞ്ഞ് അവളുടെ ദേഹത്ത് നിന്ന് ചോര വരെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവളുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്നാണ് മുകളിൽ നിന്ന് ഒരുമാതിരി അഴുക്ക് വെള്ളം അവളുടെ മേലോട്ട് വീഴുന്നത്. പിന്നീട് കാണിക്കുന്നത് വിവിയൻ എന്ന് പറയുന്ന ഒരു യുവതിയാണ്. പുള്ളിക്കാരി ഒരു പുതിയ സ്കൂള് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവിയന്റെ ഭർത്താവായിട്ടുള്ള ബുർഹാൻ വലിയ പണക്കാരനാണ്. ഇതുപോലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭർത്താവായിട്ടുള്ള ബുർഹാൻ മറ്റൊരു അഫെയറുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും നമ്മൾ നേരത്തെ ആ ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഏഞ്ചല്. പക്ഷേ ഇപ്പൊ ഈ ഒരു ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ ലിയോയുമായിട്ട് കിടപ്പറ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൾക്കൊരു ഫോൺ കോൾ വരുന്നത്. അത് മറ്റാരുമല്ല, ബുർഹാൻ ആയിരുന്നു. ബുർഹാൻ ഏഞ്ചലിനെ വിളിച്ചിട്ട് നീ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ ലിയോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൻ ഇതൊക്കെ അസൂയയോടുകൂടി നോക്കി കാണുകയാണ്. ബുർഹാൻ കാമുകിക്ക് താമസിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു വീട് നിർമ്മിച്ച് ഏഞ്ചലിന് നൽകിയിട്ടുണ്ട്. ആ കാര്യം പറയാനൊക്കെയാണ് ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതേ സമയം നമ്മുടെ ബുർഹാൻ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആദ്യ ഭാര്യയോടും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. ചുരുക്കി പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ബുർഹാൻ വീട്ടിലില്ലാത്ത സമയം നോക്കിയിട്ട് ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ലിയോയെ അങ്ങോട്ടേക്ക് വരുത്തുകയാണ്. എന്നിട്ട് ലിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഏഞ്ചലിന് ഒരു കോള് വരുന്നത്. അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള മയങ്ങായിരുന്നു. അവന്റെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അവൻ ആള് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ സംശയം തോന്നിയത് നമ്മുടെ ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ തന്ത്രത്തിൽ അവനെ ഒരു കുപ്പി വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിടുന്നു. എന്നിട്ട് അവന്റെ ബാഗ് പരിശോധിച്ച് നോക്കുമ്പോൾ ഏഞ്ചലിന്റെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ ഒരു കുപ്പിയിൽ എന്തോ ഒരു വെള്ളവും ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അവൾക്ക് കാര്യം പിടികിട്ടി. സംഭവം കൂടോത്രമാണ്. ഇതേ സമയം കുപ്പി മേടിക്കാനായിട്ട് പുറത്തേക്ക് പോയ ലിയോ ആണെന്നുണ്ടെങ്കിൽ എന്തോ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ തിരികെ വന്ന് നോക്കുമ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നതാണ് അവൻ കാണുന്നത്. അങ്ങനെ രണ്ടും കൂടി ഇപ്പൊ വഴക്കായിട്ടുണ്ട്. നീ എന്ത് കൂടോത്രമാണ് എനിക്കെതിരെ ചെയ്തതെന്ന് ഏഞ്ചൽ ലിയോ അടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ ലിയോ പറയുന്നുണ്ട്, ഞാൻ നമ്മുടെ ബന്ധം ഒന്നുകൂടെ ദൃഢമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അത് കാര്യമാക്കണ്ട എന്ന് പറയുമ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് അവനെ തട്ടി മാറ്റിക്കൊണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ആ ഒരു തട്ടി മാറ്റിയപ്പോൾ തന്നെ നമ്മുടെ ലിയോ താഴത്തേക്ക് വീണിട്ട് അവന്റെ കണ്ണിലും മറ്റുമൊക്കെ നല്ല രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പരിക്ക് പറ്റിയ ലിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരെ ചെല്ലുന്നത് അവന്റെ അമ്മയായിട്ടുള്ള സുമിയുടെ അടുത്തേക്കാണ്. പുള്ളിക്കാരി ഒരു മന്ത്രവാദിനിയായിരുന്നു. ലിയോ ഏഞ്ചലുമായിട്ട് പ്രണയത്തിലാവാനും ഈ ഒരു അമ്മയാണ് കാരണം. പുള്ളിക്കാരി ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചിട്ട് ഏഞ്ചലിനെ നമ്മുടെ ലിയോയുമായിട്ട് പ്രണയത്തിലാക്കുകയായിരുന്നു. ഏഞ്ചൽ ലിയോയുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായിട്ട് നിർത്തി. അതിനുശേഷം നമ്മുടെ ബുർഹാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏഞ്ചലിന് ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്തോട് കൂടിയിട്ട് ഏഞ്ചല് ബുർഹാനെ കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ്. ബുർഹാന്റെ രണ്ടാം വിവാഹമാണ് നടക്കാനായിട്ട് പോകുന്നത്. വിവിയൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ബുർഹാനെ അനുസരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ബുർഹാനും ഏഞ്ചലുമായിട്ടുള്ള വിവാഹം അതിമംഗളമായിട്ട് തന്നെ നടന്നു. അതിനുശേഷം വീട്ടിലേക്ക് എത്തിയിട്ടുള്ള ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഒരാള് കട്ടിലിരിക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ കാണാനില്ല. അടുത്ത ദിവസം തന്നെ ബുർഹാൻ തന്റെ മരുമകനായിട്ടുള്ള റോയിയെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ബുർഹാന്റെ ഒഫീഷ്യൽ ഹൗസ് ആണ് കാണിക്കുന്നത്. അവിടെ ഇപ്പൊ ഭാര്യയായിട്ടുള്ള വിവിയൻ ആണെന്നുണ്ടെങ്കിൽ മക്കളോട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അച്ഛന്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ് പുതിയ കല്യാണം കഴിച്ചതിനെ തുടർന്ന്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ നേരമായപ്പോ ടേബിളിനരികിൽ നമ്മുടെ വിവിയനും ബുർഹാനും മാത്രമുള്ളൂ. മക്കൾ ആരും തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നില്ല. ഇതേ സമയം നമ്മുടെ ചിന്ന വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഏഞ്ചല് ഇപ്പൊ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ
നമ്മുടെ മരുമകനായിട്ടുള്ള റോയി ആണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവളാണെന്നുണ്ടെങ്കിൽ അവന്റെ ശരീരം കണ്ട് മതി മറന്നിട്ട് അവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ റോയി ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഡീസന്റ് ആണ്. രണ്ടാം ഭാര്യ ആണെന്നുണ്ടെങ്കിലും റോയ്ക്ക് ഇത് സ്വന്തം ആന്റി ആണല്ലോ. അതേസമയം നമ്മുടെ ലിയോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മയായിട്ടുള്ള സുമിയുടെ അടുത്ത് അവന്റെ ആവശ്യങ്ങൾ പറയുന്നു. അതായത് ബുർഹാനെയും ഏഞ്ചലിനെയും എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാനുള്ള, പക്ഷെ അവരുടെ തുപ്പല് ശേഖരിച്ച് കൊണ്ടുവരാനാണ് ഈ ഒരു അമ്മ മകന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ നമ്മുടെ ലിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരെ ചെല്ലുന്നത് ഏഞ്ചലിന്റെ അടുത്തേക്കാണ്. ഇവളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മാളിൽ നിൽക്കുകയായിരുന്നു മയങ്ങിന്റെ കൂടെ. അപ്പോഴേക്കും നമ്മുടെ ലിയോ വന്നിട്ട് ഇവളുടെ അടുത്ത് സോറി പറയുന്നു. എനിക്കൊരു ഉമ്മ തരുമോ നീ അവസാനമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എങ്ങനെ കിസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഏഞ്ചൽ അറിയാതെ തന്നെ അവൻ ആ ടവൽ ഉപയോഗിച്ചിട്ട് അവളുടെ തുപ്പൽ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും റോയ് വന്നിട്ട് ഏഞ്ചലിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. പക്ഷേ നമ്മുടെ ലിയോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായി. പിന്നീട് കാണിക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പുതിയ പ്രൊജക്ടിന്റെ ആവശ്യവുമായിട്ട് നമ്മുടെ ബുർഹാൻ എത്തിയിരിക്കുന്നതാണ്. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ പണിക്കാർ വന്ന് പറയുന്നുണ്ട്, ഒരു പുതിയ സംഭവം തുടങ്ങാനായിട്ട് പോവല്ല, ഈ കുടത്തിലേക്ക് അങ്ങൊന്ന് തുപ്പിയാട്ടെ. മായത്തിലും മന്ത്രത്തിലും വിശ്വാസമൊന്നും ഇല്ലെങ്കിലും ബുർഹാൻ മറ്റൊരു വഴിയില്ലാതെ അതിലേക്ക് അങ്ങോട്ട് തുപ്പിക്കൊടുത്തു. ഈ തുപ്പല് വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പൂജാരി എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ലിയോ തന്നെയായിരുന്നു. രണ്ടുപേരുടെയും തുപ്പല് കിട്ടിയല്ലോ. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവൻ അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. ഇതേ സമയം റോയി ആണെന്നുണ്ടെങ്കിൽ ഒരു ശബ്ദം കേട്ട് ബാത്റൂമിന്റെ സൈഡിലേക്ക് പോയി നോക്കുമ്പോൾ ബാത്റൂമിൽ അടിതെറ്റി വീണിരിക്കുകയാണ് നമ്മുടെ ഏഞ്ചല്. അത് അവളുടെ അഭിനയം മാത്രമായിരുന്നു. അങ്ങനെ റോയ് അവളെയും പിടിച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് കൊണ്ടുചെന്നാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ഒരു ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ അവളുടെ തനി നിറം കാണിച്ചു റോയിയെ അവള് കിസ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. പക്ഷേ നമ്മുടെ റോയി ആണെന്നുണ്ടെങ്കിൽ ഡീസന്റ് ആയതുകൊണ്ട് തന്നെ ആന്റി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഇതേ സമയം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ ലിയോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മയുടെ അടുത്തേക്ക് ആ ഒരു തുപ്പലുകളുമായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ കൂടോത്രക്കാരി സുമി ആണെന്നുണ്ടെങ്കിൽ പരിപാടി തുടങ്ങി. ആദ്യം ഒരു വൂഡു പാവ കണ്ട് എടുത്തു. അതായത് വൂഡു പാവ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. സാധാരണയായിട്ട് ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാവ. ആളുകൾക്ക് ദോഷം വരുത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ഈ ഒരു പാവകളിൽ പിന്നുകളൊക്കെ തറയ്ക്കുന്നൊക്കെയാണ് പറയപ്പെടാറുള്ളത്. ബുർഹാനെതിരായിട്ടുള്ള ആ ഒരു കൂടോത്രം കഴിഞ്ഞു. ലിയോ എന്നിട്ട് ഈ ഒരു പാവയും കൊണ്ട് ബുർഹാന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആരും കാണാതെ തന്നെ ഗാർഡൻ ഏരിയയിലായിട്ട് അവനൊരു കുഴിയെടുക്കുന്നു. ആ കുഴിയിൽ പാവേനെ വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. എന്നിട്ട് ആ ഒരു കുഴി മൂടുന്നു. ശേഷം ലിയോ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അടുത്ത വൂഡു പാവയെ എടുത്തിട്ട് പുള്ളിക്കാരി കൂടോത്രം ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഏഞ്ചലിന്റെ ആ ഒരു പുതിയ വീട്ടിലേക്കാണ് നമ്മുടെ ലിയോ ആ പാവയും കുഴിച്ചിടാനായിട്ട് വരുന്നത്. പക്ഷെ ഈ തക്കത്തിന് രണ്ട് ഫ്രണ്ട്സ് കൂടി ചേർന്നിട്ട് നമ്മുടെ ഏഞ്ചലിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ഇതേ സമയം വരുന്നുണ്ടായിരുന്നു. അതിൽ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വൂഡു പാവയെ കുഴിച്ചിടുന്നത് അയാൾ കാണുന്നുണ്ട്. അപ്പൊ തന്നെ ലിയോയെ കൈയോടെ അവൻ പിടികൂടുന്നു. എന്നിട്ട് നമ്മുടെ ഏഞ്ചലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ അവളുടെ ഫ്രണ്ട്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇവനെ പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഇതൊന്നും അറിയാതെ അവന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ബുർഹാന് നേരെ പ്രയോഗിച്ചിരുന്ന ആ ഒരു മരപ്പാവയിൽ ആണി ഉപയോഗിച്ചിട്ട് കുത്തുമ്പോൾ വീട്ടിൽ കിടക്കുന്ന ബുർഹാൻ ആണെന്നുണ്ടെങ്കിൽ അതികഠിനമായിട്ടുള്ള വേദന കൊണ്ട് പൊളഞ്ഞു വീഴുന്നതാണ് കാണുന്നത്. ഒരുപാട് നേരം നമ്മുടെ ബുർഹാൻ ആണെന്നുണ്ടെങ്കിൽ വേദന കടിച്ചമർത്തി കിടന്നു. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും റോയിയെ കണ്ടിട്ട് നമ്മുടെ വിവിയൻ ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ബുർഹാൻ ഇപ്പോ തന്റെ മരുമകനായിട്ടുള്ള റോയിയെ വിളിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവന്റെ അടുത്ത് പുള്ളിക്കാരന്റെ ഫോൺ റൂമിൽ നിന്ന് എടുക്കാനും ആ ഒരു വാതിൽ നീ വരുമ്പോൾ അടയ്ക്കാനായിട്ടും പറയുകയാണ്. അതായത് ഇപ്പൊ ഏഞ്ചലിനെ വിളിക്കുന്നത് നമ്മുടെ വിവിയൻ കേൾക്കാതിരിക്കാനായിട്ടാണ് അവൻ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ റോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു. ഏഞ്ചൽ തന്നെ പറ്റിയിട്ട് എന്തെങ്കിലും വൃത്തികെട്ട രീതിയിൽ ഈ ഒരു അങ്കിളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു പേടി അവനുണ്ടായിരുന്നു. പക്ഷേ ഈ ബുർഹാന്റെ അടുത്ത് ഏഞ്ചൽ പറയുന്നത് അവൻ എന്നെ നല്ല രീതിയിലാണ് നോക്കുന്നത് എന്നാണ്. റോയ്ക്ക് അപ്പോഴാണ് സമാധാനമായത്. അങ്ങനെ ബുർഹാൻ റോയിയെ വീണ്ടും ആ ഒരു വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണ്. ആന്റിയെ നല്ല രീതിയിൽ നിന്ന് നോക്കണം, ആന്റി മറ്റുള്ള ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നീ എന്നെ വിളിച്ചറിയിക്കണം എന്നൊക്കെ പറയുന്നു. റോയി അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും നിർബന്ധിക്കില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അത് മറ്റെവിടേക്കുമല്ല, നമ്മുടെ സുമിയുടെ അടുത്തേക്ക്, അതായത് ലിയോയുടെ അമ്മയുടെ അടുത്തേക്കാണ്. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ റോയുടെ ഒരു മുടി അവൾ പറിച്ചെടുക്കുന്നുണ്ട്. റോയുടെ അടുത്ത് സ്നേഹം കാണിച്ചുകൊണ്ട് പതിയെ തഴുകിക്കൊണ്ടൊക്കെയാണ് അവൾ ആ ഒരു മുടി കൈക്കലാക്കിയത്. റോയുടെ അടുത്ത് കാറിനടുത്ത് തന്നെ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി. സുമിയെ കണ്ട് നമ്മുടെ ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ കാര്യം പറഞ്ഞു. അതായത് ആളുകളെ വരുതിയിലാക്കാനുള്ള ഒരു പോഷൻ തയ്യാറാക്കി തരണം, അതായത് ഒരു മരുന്ന്. അവളാണെന്നുണ്ടെങ്കിൽ സമ്മതിച്ചില്ല. ആര്? നമ്മുടെ സുമി. അപ്പോ നമ്മുടെ ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ തന്റെ മകനെ കെട്ടിയിട്ട് ക്രൂരത കാണിക്കുന്ന ആ ഒരു വീഡിയോ കോള് നമ്മുടെ സുമിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഏഞ്ചലിന്റെ കൂട്ടുകാരുടെ അടുത്താണല്ലോ നമ്മുടെ ലിയോനെ കെട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ സുമിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വഴിയുമില്ലാതെ ഇവൾക്ക് വേണ്ടിയിട്ട് ആ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് മറ്റുള്ള ആളുകളെ
വരുതിയിലാക്കാനുള്ള ആ ഒരു മരുന്ന് തയ്യാറാക്കി കൊടുക്കുകയാണ്. ഏഞ്ചലിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് റോയിയെ വരുതിയിലാക്കുക, റോയിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. മനസ്സില്ലാ മനസ്സോടെ സുമി ഇപ്പോ ആ ഒരു പോഷൻ തയ്യാറാക്കിയിട്ട് നമ്മുടെ ഏഞ്ചലിന് കൊടുക്കുകയാണ്. ഇത് ആരെയാണോ നിങ്ങൾ വരുതിയിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഭക്ഷണത്തിൽ കുറച്ച് ഇറ്റിച്ചു കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. എന്റെ മകനെ ഇപ്പോൾ തന്നെ നിങ്ങൾ വെറുതെ വിടണം എന്ന് ഏഞ്ചലിന്റെ അടുത്ത് സുമി പറയുമ്പോൾ, ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചേച്ചി, ഇതൊക്കെ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകനെ വെറുതെ വിടാം എന്നാണ് ഏഞ്ചലും പറയുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. റോയ് തൊട്ടടുത്ത് തന്നെയുണ്ട്. എന്തു കാര്യത്തിനും കൂടെ ഉണ്ടാവണമെന്നാണ് അങ്കിൾ പറഞ്ഞിട്ടുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും കുടിക്കാനായിട്ട് 2 ഡ്രിങ്ക്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോയ് ബാത്റൂമിലേക്ക് പോയ തക്കത്തിന് അവന്റെ ഡ്രിങ്ക്സിൽ ആ ഒരു മരുന്ന് കലർത്തുകയാണ്. കുറച്ചൊന്നല്ല, അത് മൊത്തപ്പാടി അവള് എടുത്ത് കമഴ്ത്തിയിട്ടുണ്ടായിരുന്നു. പാവം നമ്മുടെ റോയ് ഇതൊന്നും അറിയാതെ ആ ഒരു ഡ്രിങ്ക്സ് മൊത്തത്തിൽ അങ്ങോട്ട് കുടിച്ചു. അതിനുശേഷം ഇവര് വീട്ടിലേക്കൊക്കെ തിരിച്ചു പോകുമ്പോ നമ്മുടെ റോയ് ആണെന്നുണ്ടെങ്കിൽ വല്ല വിത്തുകാളയുടെ പോലെയാണ് ഏഞ്ചലിന്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവളെ ഇപ്പൊ തന്നെ വേണം എന്നൊക്കെയാണ് ചിന്ത. റോഡ് ബ്ലോക്ക് ആയപ്പോ അവൻ പെട്ടെന്ന് കാറിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവളെ ആ നടു റോട്ടിൽ വെച്ചിട്ട് കിസ് ചെയ്യാണ്. ആ ഒരു മരുന്നിന്റെ പവർ ഒന്ന് നോക്കണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് എത്തി. അപ്പോഴും ഇവന്റെ വിത്തുകാള സ്വഭാവം മാറിയിട്ടില്ല. ഇവളാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പൊടിമരുന്നും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് അവനെ പ്രലോഭിപ്പിക്കാനായിട്ട് ഇരിക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, രണ്ടും കൂടി ഡിംഗോൾഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടന്നു. ഈ ഏഞ്ചൽ എന്ന് പറയുന്നവള് വളരെ വൃത്തികെട്ട ഒരു പെണ്ണായിരുന്നു. ഇവളാണെന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷങ്ങളൊക്കെ അവളുടെ ഫോണിൽ ഫോട്ടോയിൽ പകർത്തിയിട്ട് അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള മയങ്ങിന് അയച്ചു കൊടുത്തു. മയങ്ങാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ആകെ മയങ്ങി നിൽക്കുകയാണ്. അതിനെല്ലാം ശേഷം ബുർഹാനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോയ്. അതുവരെ അങ്കിൾ എന്ന് പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവനായിരുന്നു. അന്നത്തെ ദിവസം രാത്രിയായപ്പോ ചിന്ന വീട്ടിലേക്ക് നമ്മുടെ ബുർഹാൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടോത്രക്കാരിയായിട്ടുള്ള സുമിയാണെന്നുണ്ടെങ്കിൽ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബുർഹാന് എതിരെയായിട്ട്. കരിങ്കോഴിനൊക്കെ കെട്ടിത്തൂക്കിയിട്ട് എന്തൊക്കെ അലാക്കിലെ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം വീട്ടിലിരിക്കുന്ന നമ്മുടെ ബുർഹാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പന്നിയുടെ രൂപത്തിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ടേബിളിന് ചുറ്റും ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ റോയ് വരുന്നുണ്ട്. റോയ് വന്നിട്ട് അങ്കിൾ എന്താണ് ഈ ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഏഞ്ചലും എത്തുന്നു. ഒരു വിധത്തില് നമ്മുടെ ബുർഹാനെ പിടിച്ചു കെട്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് ഇവർ രണ്ടുപേരും കൊണ്ടു ചെന്നാക്കുന്നത്. ഡോക്ടർമാരൊക്കെ പരിശോധിച്ചതിന് ശേഷം ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പോഴാണ് യഥാർത്ഥ ഭാര്യയായിട്ടുള്ള നമ്മുടെ വിവിയൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നിട്ട് റോയിയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. റോയി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ ഏഞ്ചലിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏഞ്ചൽ നമുക്ക് വീട്ടിലേക്ക് പോകാൻ റോയി എന്ന് പറയുമ്പോൾ, അല്ല അങ്കിൾ ഇവിടെ വയ്യാണ്ട് കിടക്കില്ല, അപ്പൊ നിങ്ങൾ എങ്ങനെ പോകുന്നേ, നമുക്ക് എല്ലാവരും കൂടെ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ റോയി ആണെന്നുണ്ടെങ്കിൽ അവളുടെ കൂടെ പാട്ടും പാടി അവിടെ നിന്ന് പോവാണ്. റോയിയുടെ ഈ ഒരു സ്വഭാവം കണ്ടിട്ട് നമ്മുടെ വിവിയൻ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. ഇവർ രണ്ടുപേരും പോയതിന് ശേഷം നമ്മുടെ ബുർഹാന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് വിവിയൻ ആയിരുന്നു. അതോടുകൂടിയിട്ട് വിവിയനും ബുർഹാനും വീണ്ടും ഒന്നിക്കുകയാണ്. തനിക്കൊരു ആപത്ത് വന്നപ്പോ ഏഞ്ചൽ അല്ല കൂടെ ഉണ്ടായിരുന്നത്, തന്റെ സ്വന്തം ഭാര്യയായിട്ടുള്ള വിവിയൻ ആയിരുന്നു എന്നുള്ള കാര്യം ഇപ്പോ നമ്മുടെ ബുർഹാൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അച്ഛനെ കാണാൻ മക്കളും എത്തിയിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ഫാമിലി നല്ല ഹാപ്പിയാണ്. ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ബുർഹാൻ വിവിയന്റെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം, എനിക്കിവിടെ കിടന്നിട്ട് വയ്യാന്ന്. എന്നിട്ട് അവളെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ് ബുർഹാൻ. ഇതേ സമയം നമ്മുടെ സുമിയെ കാണാനായിട്ട് വീണ്ടും ഏഞ്ചൽ വന്നിരിക്കുകയാണ്. മകനെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ച് വീണ്ടും അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് കൂടോത്രം ചെയ്യിപ്പിക്കുകയാണ് ഏഞ്ചല്, അതും നമ്മുടെ ബുർഹാന് എതിരായിട്ട്. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ബുർഹാന്റെ ദേഹത്ത് എന്തോ ഒരു പ്രേതം കയറിയിട്ട് ഇപ്പൊ നമ്മുടെ വിവിയന്റെ കൊങ്ങയ്ക്ക് വരെ നമ്മുടെ ബുർഹാൻ കയറി പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പണിക്കാരൊക്കെ വന്നിട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. പക്ഷെ തീർന്നില്ല. സുമി എന്ന് പറയുന്ന ആ ഒരു കൂടോത്രക്കാരി അവിടെ എന്തൊക്കെയോ കൂടോത്രം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വീണ്ടും ബുർഹാന്റെ ദേഹത്ത് ഓരോ പ്രേതങ്ങൾ കയറിയിട്ട് വീണ്ടും മക്കളെയും അവിടുത്തെ വേലക്കാരിയെയും വിവിയനെയും ഉപദ്രവിക്കാനായിട്ട് വരികയാണ്. പക്ഷെ ഇവരുടെ ഭാഗ്യം എന്ന് പറയട്ടെ, അപ്പോൾ ഇവരുടെ രക്ഷയ്ക്കായിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഗോലിൽ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ഗൈഡ്. പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ബുർഹാന്റെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു പ്രേതത്തെ എടുത്തു കളയുന്നു. അതിനുശേഷം അവന്റെ ദേഹത്തു നിന്നും ഒരു വലിയ ആണി തന്നെ ഈ ഒരു ഗോലിൽ എന്ന് പറയുന്ന സ്പിരിച്വൽ ഗൈഡിന് കിട്ടുന്നു. സുമി നടത്തിയ ആ ഒരു കൂടോത്രം അപ്പൊ തന്നെ പരാജയപ്പെടുന്നു. ഇതേ സമയം നമ്മുടെ ഏഞ്ചലും അതുപോലെ തന്നെ റോയി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ DJ പാർട്ടിയിൽ തകർത്താടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മയങ്ങും വരുന്നുണ്ട്. റോയ് ബാത്റൂമിലേക്ക് പോകുന്നത് കണ്ടപ്പോ തന്നെ ഈ ഏഞ്ചൽ അറിയാതെ മയങ്ങും അവന്റെ കൂട്ടത്തിൽ പോയിട്ട് അവനെ വീഴ്ത്താനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ റോയി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏഞ്ചലിന്റെ വരുതിയിലായതുകൊണ്ട് തന്നെ അവൻ അവളുമായിട്ട് കിന്നരിക്കാനും നിന്നില്ല. അപ്പോഴേക്കും വാതിലൊരു മുട്ട് കേൾക്കുന്നു.
ഈ ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നീ എന്റെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മയങ്ങിനെ കളിയാക്കി അവിടെ നിന്ന് ഊക്കി വിടുന്നുണ്ട്. ഇതേ സമയം ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഗോലിൽ എന്ന് പറയുന്ന ആ ഒരു സ്പിരിച്വൽ ഗൈഡ് ഇവരുടെ പറമ്പിൽ നിന്ന് നമ്മുടെ ലിയോ കുഴിച്ചിട്ട ആ ഒരു കൂടോത്ര പാവയെ കണ്ടെത്തുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ കളിയാക്കിയ ഏഞ്ചലിനിട്ട് ഒരു പണി കൊടുക്കാനായിട്ട് ബുർഹാന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് മയങ്ക്. എന്നിട്ട് ഞാനൊരു ഫോട്ടോ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടെന്നും അത് നോക്കാനായിട്ട് പറയുന്നു. എന്തോ ഭാഗ്യത്തിന് ഇതെടുത്തത് വിവിയൻ ആയിരുന്നു. വിവിയൻ നോക്കുമ്പോൾ റോയി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏഞ്ചലിന്റെ കൂടെ കിടപ്പറ പങ്കിടുന്ന ആ ഫോട്ടോയാണ് അവൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ ആരോടും പറയാതെ ചിന്ന വീട്ടിലേക്ക് ഇപ്പൊ വിവിയൻ എത്തിയിരിക്കുകയാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ റോയി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. റോയി ഒരു പട്ടിയെ പോലെ ഏഞ്ചൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ട് നമ്മുടെ വിവിയൻ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. റോയി എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് വിവിയന് മനസ്സിലാവുന്നേയില്ല. അതും കൂടി ആയപ്പോ നമ്മുടെ ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൊഴുക്കാനായിട്ട് റോയുമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുകയാണ്. ദേഷ്യം പിടിച്ച വിവിയൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റോയിയെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഒരു റൂമിനകത്ത് റോയിയെ പൂട്ടിയിട്ടു. ഇവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഏഞ്ചലിനെ വേണം എന്ന് പറഞ്ഞിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ചുമരിലൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിവിയൻ ഗോലിൽ എന്ന് പറയുന്ന ആ ഒരു സ്പിരിച്വൽ ഗൈഡിന്റെ അടുത്ത് പറഞ്ഞു. എല്ലാം ഞാൻ വേണ്ട വിധം കൈകാര്യം ചെയ്തോളാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. റോയി ആ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതും പോരാഞ്ഞ് വിവിയൻ ആണെന്നുണ്ടെങ്കിൽ ഏഞ്ചലിന്റെ മുഖത്ത് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ വീണ്ടും ഇപ്പോ സുമി എന്ന് പറയുന്ന ആ ഒരു കൂടോത്രക്കാരിയുടെ അടുത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ ഏഞ്ചൽ. എന്നിട്ട് വിവിയനെ തീർത്ത് കളയാനുള്ള കൂടോത്രം ചെയ്യാനായിട്ട് നമ്മുടെ സുമിയെ നിർബന്ധിക്കുന്നു. അവയിൽ ഇങ്ങനെ ആണികൊണ്ട് കുത്താനായിട്ട് പോകുമ്പോഴേക്കും അതൊന്നും ഫലപ്രദമാവുന്നില്ല. ഒരു കൊതുക് കടിക്കുന്ന പ്രതീതി മാത്രമേ നമ്മുടെ വിവിയന് മറുവശത്ത് അനുഭവപ്പെടുന്നുള്ളൂ. അതായത് വിവിയനെ സംരക്ഷിക്കാനായിട്ട് മറ്റൊരു സൂപ്പർ നാച്ചുറൽ പവർ അല്ലെങ്കിൽ ഓറ ഉണ്ടെന്ന് ഇപ്പൊ സുമിക്ക് മനസ്സിലായി. ഈ ഒരു കൂടോത്രം കൊണ്ട് അവളെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള സുമി അപ്പൊ തന്നെ ഒരു കറുത്ത മുട്ട നമ്മുടെ ഏഞ്ചലിന് കൊടുത്തിട്ട് വിവിയന്റെ ഭക്ഷണത്തിൽ അത് കലർത്തി കൊടുക്കാനായിട്ട് പറയുന്നു. ഇതേ സമയം വീട്ടിലേക്ക് ഗോലിൽ വരികയാണ്. എന്നിട്ട് നമ്മുടെ റോയുടെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു ബാധയും മൊത്തം എടുത്തു മാറ്റുന്നു. അതിനുശേഷം നമ്മുടെ വിവിയൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ റോയിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. റോയി ആണെന്നുണ്ടെങ്കിൽ കുറ്റബോധം കൊണ്ട് കരയുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബുർഹാനും വരുന്നുണ്ടായിരുന്നു. അങ്കിളിനെ കണ്ടതും അവൻ കാലിൽ വീണ് മാപ്പ് പറയാനായിട്ട് തുടങ്ങി. ബുർഹാൻ അവന് മാപ്പ് കൊടുക്കുകയും ചെയ്തു. അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത സംഭവമൊന്നുമല്ലല്ലോ. ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ബുർഹാൻ ഒരു തീരുമാനമെടുത്തു. ഏഞ്ചൽ ഇനി എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന്. അതുപോലെ തന്നെ അവളെ എങ്ങനെയെങ്കിലും പൈസ കൊടുത്ത് പറഞ്ഞയച്ച് ഞാൻ എന്നേക്കുമായിട്ട് ഈ ഒരു വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നമ്മുടെ ബുർഹാൻ ഈ ഒരു വിവിയന് വാക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് അവിടെ നിന്ന് പോകുന്നത്. റോയി അപ്പോൾ വിവിയന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്കിളിനെ ഫോളോ ചെയ്ത് പോട്ടെ, അങ്കിളിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്ന്. ഇല്ലടാ, അങ്കിൾ തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുമെന്നാണ് വിവിയനും പറയുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വിവിയന്റെ വീട്ടിലേക്ക് ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ വേറൊരു വേഷം കെട്ടി വന്നിട്ട് ഒരു കേക്ക് സമ്മാനിക്കുകയാണ്. ബുർഹാൻ ഈ സമയം ഏഞ്ചലിനെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ആരെയും തന്നെ കാണാനില്ല. പിന്നീട് അവൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നൽ ബുർഹാന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ റോയും വിവിയനും കൂടി ചേർന്നിട്ട് ആ ഗിഫ്റ്റ് കിട്ടിയ കേക്ക് മുറിച്ച് കഴിച്ചു തുടങ്ങുകയാണ്. റോയ് ഒരു കഷ്ണം കഴിച്ചപ്പോ തന്നെ അയ്യ ഇത് എന്ത് കേക്കാന്ന് പറഞ്ഞിട്ട് തുപ്പിക്കളയുന്നുണ്ട്. പക്ഷെ വിവിയൻ ആണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. വിവിയൻ ഇപ്പൊ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഛർദ്ദലിൽ മൊത്തം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുഴുക്കളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതേ സമയം ഈ ഒരു ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ കൂടോത്രക്കാരി സുമിയെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഒരു പ്രേതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിവിയന്റെ ദേഹത്ത് കയറിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അവരുടെ വീട്ടിലുണ്ടായിരുന്ന വേലക്കാരിയും മക്കളെയും എല്ലാത്തിനെയും ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുകയാണ്. കുട്ടികളെ ഉപദ്രവിക്കാനായിട്ട് നിന്നപ്പോ വിവിയനെ തടയാനായിട്ട് അവിടുത്തെ വേലക്കാരി വരുന്നുണ്ട്. പക്ഷെ അവിടുത്തെ വേലക്കാരിക്ക് നല്ല രീതിയിലുള്ള പരിക്കേൽക്കുന്നുണ്ട്. വിവിയൻ ആണെന്നുണ്ടെങ്കിൽ ചുമരിലൂടെ സ്പൈഡർമാന്റെ പോലൊക്കെ നടന്നിട്ടാണ് ഇപ്പൊ കുട്ടികളൊക്കെ ഉപദ്രവിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ ഒരു കൂടോത്രക്കാരി സുമിയുടെ പണിയാണ്. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവാണെന്നുള്ള അവസ്ഥ എത്തിയപ്പോഴേക്കും റോയും അതുപോലെ തന്നെ ബുർഹാനും പിന്നെ നമ്മുടെ ഗോലിൽ എന്ന് പറയുന്ന ആ ഒരു സ്പിരിച്വൽ ഗൈഡും അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഈ ഒരു വിവിയന്റെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു ബാധയെ അവിടെ നിന്നിട്ട് ഒഴിപ്പിക്കുകയാണ്. അതോട് കൂടിയിട്ട് സുമിയുടെ കൂടോത്രം വീണ്ടും തെറ്റി പാടീസാവുകയാണ്. പക്ഷെ അതും കൊണ്ടൊന്നും ഈ ഒരു കൂടോത്രം സുമിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഏഞ്ചലെ നിർത്തിയില്ല. നിങ്ങളുടെ മകനെ വേണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിവിയനെ തീർത്ത് കളയണം എന്ന് പറയുകയാണ് ഏഞ്ചൽ. അങ്ങനെ സുമി വീണ്ടും കൂടോത്രം തുടങ്ങി. ഇത്തവണ ബെഡിൽ കിടക്കുന്ന വിവിയന്റെ മുകളിലേക്ക് ഒരുപാട് മണ്ണ് ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അതിൽ തേളും പുഴുക്കളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. വിവിയൻ ഒരു വിധത്തിൽ ആ ഒരു
ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് അവളുടെ മുടിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഏഞ്ചൽ വരികയാണ്. അതും ആ ഒരു കൂടോത്രം ഉപയോഗിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഈ കൂടോത്രം ചെയ്യുന്ന സ്ഥലം എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ റോയി ആണെന്നുണ്ടെങ്കിൽ ഗോലിയിലും കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് ഏഞ്ചലിന്റെ ശിങ്കിടികളെ അവൻ തല്ലി വശം കെടുത്തുന്നുണ്ട്. ഏഞ്ചലും ശിങ്കിടികളും സഞ്ചരിക്കാറുള്ള ആ ഒരു വാനിൽ തന്നെ ലിയോയെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. റോയി അപ്പൊ തന്നെ അവനെ അവിടെ നിന്ന് അഴിച്ചു വിടുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സുമി എന്ന് പറയുന്ന ഈ ഒരു കൂടോത്രക്കാരി കൂടോത്രം ചെയ്തിട്ട് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗോലിയിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവളുടെ അടുത്ത് ഈ ഒരു കൂടോത്രം നിർത്താനായിട്ട് പറയുന്നത്. ഞാൻ കൂടോത്രം നിർത്തില്ല എന്നാണ് ഇപ്പോഴും സുമി എന്ന് പറയുന്ന കൂടോത്രക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഗോലിയിലും അതുപോലെ തന്നെ സുമിയും കൂടി ചേർന്നിട്ട് അവരുടെ യൂണിവേഴ്സിലേക്ക് പോയിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോംബികളെ വരെ ഈ ഒരു സുമി എന്ന് പറയുന്ന കൂടോത്രക്കാരി നമ്മുടെ ഗോലിയിലെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്, കുറെ പന്നികളെയും. ഇവര് രണ്ടുപേരുടെയും യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് സുമിയുടെ അടുത്തേക്ക് തന്റെ മകനായിട്ടുള്ള ലിയോ വരുന്നത്. അങ്ങനെ ഈ ഒരു മന്ത്രവാദിയായിട്ടുള്ള സുമി ആ ഒരു കൂടോത്രം കാര്യങ്ങളൊക്കെ നിർത്തുകയാണ്, മകനെ തിരിച്ചു കിട്ടിയത് കൊണ്ട് മാത്രം. ഇതേ സമയം എല്ലാവരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമ്മുടെ ഏഞ്ചൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വാനും എടുത്ത് പോവുകയാണ്. പക്ഷെ നമ്മുടെ കൂടോത്രക്കാരിയായിട്ടുള്ള സുമി ആണെന്നുണ്ടെങ്കിൽ ഏഞ്ചൽ അറിയാതെ അവളുടെ ഒരു കഷ്ണം മുടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് ഇപ്പോ ഏഞ്ചലിനെതിരെ അവര് കൂടോത്രം ചെയ്യുകയാണ്. ഏഞ്ചൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പാമ്പുകൾ വന്നിട്ട് അവളെ തീർത്ത് കളയുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. വാളെടുത്തവൻ വാളാൽ എന്നല്ലേ, അതുപോലെ തന്നെ കൂടോത്രം ചെയ്തിട്ട് പണി മേടിച്ച നമ്മുടെ ഏഞ്ചലിന്റെ കഥ അതോടുകൂടി തീരുന്നു. കൂട്ടുകാർക്ക് ഈ ഒരു കൂടോത്രത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിച്ചേക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. അത് നിങ്ങളെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.